പാലക്കാട് ആലത്തൂർ. സ്ഥലം ചോദിച്ചാൽ പറഞ്ഞ ആലത്തൂർ. അടുത്ത ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, BSS ഗുരുകുലമാണോ എന്ന്. പ്രത്യേകിച്ച് BSS ഗുരുകുലത്തിന്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ 11 വർഷമായിട്ട് ഞങ്ങളാണ് ബെസ്റ്റ് ഹൈസ്കൂള്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ തന്നെയാണ് ബെസ്റ്റ് ഹയർ സെക്കൻഡറി. ഈ വർഷം ആ ചരിത്രം ഞങ്ങൾ നിലനിർത്തും. സാൻസ്ക്രിറ്റ് കപ്പും കൂടി കൂട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇതാണ് അവരുടെ കോൺഫിഡൻസ്. അതെ, നിശ്ചയദാർഢ്യം അതുകൊണ്ടേ പോകുമെന്നാണ്. ഇനത്തിലാണ് നമ്മുടെ BSS ഗുരുകുലത്തിൽ നിന്ന് കോമ്പറ്റീഷൻ ഉള്ളത്? ഇപ്പം ഞങ്ങൾ 21 പിള്ളേരും മ്യൂസിക് ടീം മാത്രമായി വന്നിട്ടുണ്ട്. ഇനി നാളെ ഹൈസ്കൂൾ പാട്രിയോട്ടിക്കും കൂടി വരും. അത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് പൂരക്കളി, ഒപ്പന, അങ്ങനെ നിറയെ ആയിട്ടത്. കഴിഞ്ഞ വർഷേ കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ ഇവരുണ്ടാക്കിയ ഓളം എനിക്ക് മറക്കാൻ കഴിയില്ല. അത്രത്തോളം ഭയങ്കര ഇവരുടെ ലാസ്റ്റ് മികച്ച സ്കൂളിൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ബഹളം നമ്മുടെ സ്റ്റുഡിയോയുടെ മുന്നിലുണ്ടായിരുന്നു, നമ്മുടെ പവലിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ BSS ഗുരുകുലത്തിലെ കുട്ടികൾ ഹയർ സെക്കൻഡറി ആണോ? അതെ അതെ. ഓക്കെ, അപ്പോൾ സംഘഗാനം മത്സരം കഴിഞ്ഞു. ദേശഭക്തിഗാനമുണ്ട്. ഇപ്പോൾ ഏതാ നമുക്ക് വേണ്ടി? സംഘഗാനം. ശരി. ഏതു മനോഹര കലയാകുകിലും ആത്മാവനുപമ സംഗീതം, ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ഒരേ മനസ്സായി പാടുക നാം. ആ നാദത്തിനനുപമ ലഹരിയിൽ ആത്മാനന്ദം തേടുക നാം. അവനിയിൽ ഒരു നറു കുളിരലയഴകിൽ ഒരു മനമായി വാഴുക നാം. ആനും തത്താനും തത്താനും തതാനും തതാനും തത്താനും തത്താനും തതാനും തതാനും തത്താനും തത്താനും തതാനും തതാനും തും ആനും തും ആനും തും താ. വണ്ടർഫുൾ പെർഫോമൻസ്. നമ്മൾ വീണ്ടും ഒരു മനോഹര പെർഫോമൻസ് കൂടി കണ്ടു അല്ലേ? ഇവരെ വീണ്ടും കണ്ടുമുട്ടും. വരുന്ന ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ പെർഫോമൻസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്നതും ഇവരുടെ സ്കൂളിൽ നിന്നാണ്. അത് പറയാനിരിക്കാൻ കഴിയില്ല, കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ഒക്കെ നിലനിർത്തി ഇത്തവണയും മികച്ച സ്കൂളിനുള്ള കപ്പ് കൊണ്ടുപോകുന്ന തന്നെയാണോ? ഓക്കെ, അപ്പോൾ താങ്ക് യു. ആലത്തൂർ BSS ഗുരുകുലത്തിലെ സ്കൂൾ ഇനത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ മത്സരം കാഴ്ചവെക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ്. അപ്പോൾ എന്താണ് പറയാനുണ്ടോ? ഈ പാട്ട് ഞങ്ങളുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് രഞ്ജിത്ത് സാറാണ് കമ്പോസ് ചെയ്തത്. നമ്മളുടെ തീം സെലക്ട് ചെയ്തതും പ്രിൻസിപ്പൽ സാറും ടീച്ചേഴ്സൊക്കെ കൂടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വരികൾ എഴുതിയത് ഞങ്ങളുടെ സാൻസ്ക്രിറ്റ് സാറായ ഹരിപ്രസാദ് സാറാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ പാട്ടും ദേശഭക്തി ഗാനവും തന്നെ നമ്മളുടെ സ്കൂളിന് വേണ്ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതാണ്. നമ്മൾ ഓരോ ഐറ്റം കൊണ്ടുപോകുമ്പോഴും ഓരോ തീം സൊസൈറ്റിയിൽ കൺവേ ചെയ്യണം പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ദേശഭക്തി ഗാനത്തിലാവട്ടെ, ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളായ മയക്കമരുന്നും അങ്ങനെ ഒരുപാട് ലഹരി ഉണ്ട്. പക്ഷെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദേശഭക്തി ഗാനമാണ് നമ്മുടെ